ഒരു രാജ്യത്തിനുള്ളിൽ തന്നെ മറ്റൊരു രാജ്യം എന്ന് കേൾക്കുന്നത് പലർക്കും വിശ്വസിക്കാനാകില്ല. അതും ഒരു സ്വതന്ത്ര രാജ്യം. സാധാരണഗതിയിൽ ഇത് അസംഭവ്യമാണ് എങ്കിലും ലോകത്ത് അങ്ങനെയും കുറച്ച് രാജ്യങ്ങളുണ്ട്. ഒരു രാജ്യത്തിനുള്ളിൽ ആ രാജ്യത്തിന്റെ തന്നെ അയൽ രാജ്യം ആയിരിക്കുക എന്ന അപൂർവ ചരിത്രമുള്ള കുറെ ചെറുരാജ്യങ്ങൾ അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലും യൂറോപ്യൻ ഭൂഖണ്ഡങ്ങളിലുമൊക്കെയായി അനൗദ്യോഗികമായി സ്ഥിതി ചെയ്യുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെയുള്ള രാജ്യങ്ങളിൽ രാജ്യാന്തര പ്രശസ്തി നേടിയ ഒരു കൊച്ചു രാജ്യമാണ് മൊളോസിയ. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് ഈ സമ്പൂർണ്ണ പരമാധികാര രാജ്യം സ്ഥിതി ചെയ്യുന്നത്. രാജ്യത്തിന്റെ ആകെ വിസ്തീർണം 11 ഏക്കറാണ്. ജനസംഖ്യ എന്നത് വെറും 40-ൽ താഴെ ജനങ്ങൾ മാത്രമാണ്. എന്നാൽ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങിക്കാൻ പലചരക്ക് കട മുതൽ ബാങ്ക്, പോസ്റ്റ് ഓഫീസ്, സിനിമാ തിയേറ്റർ, ടെലിഫോൺ സർവീസ്, ഓൺലൈൻ റേഡിയോ സ്റ്റേഷൻ, റെയിൽ റോഡ്, നാവികസേന, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുടങ്ങി ബാറും ജയിലും വരെ അവിടെയുണ്ട്. സ്വന്തമായി നാവിക അക്കാദമിയും സമയ മേഖലയുമുള്ള രാജ്യം കൂടെയാണ് മൊളോസിയ. അമേരിക്കൻ സംസ്ഥാനമായ നെവാഡയിൽ സ്ഥിതി ചെയ്യുന്ന ഈ രാജ്യത്ത് വെറും 33 പേർ മാത്രമാണ് ഔദ്യോഗികമായി താമസിക്കുന്നത്. ഒരു രാജ്യവും ഇതിനെ അംഗീകരിച്ചിട്ടില്ലെങ്കിലും സ്വന്തമായ പതാക, കറൻസി, പാരമ്പര്യങ്ങൾ, സ്വയം പരിപാലിക്കുന്ന ഒരു പ്രസിഡന്റ് എന്നിവയെല്ലാം മൊളോസിയക്കുണ്ട്. 1977-ൽ കെവിൻ ബോ എന്ന വ്യക്തിയും ഒരു സുഹൃത്തും ചേർന്ന് തങ്ങളുടെ വീടിനെ ഒരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചതോടെയാണ് മൊളോസിയയുടെ കഥ ആരംഭിക്കുന്നത്. ഒരു സാധാരണ അമേരിക്കൻ വീടിനെ ഒരു സ്വയം പ്രഖ്യാപിത രാജ്യമാക്കി മാറ്റിയ കെവിൻ ഇതുവരെ മൊളോസിയെ അഭിമാനത്തോടെ ഒരു മൈക്രോ നാഷനായി നിലനിർത്തുകയും ചെയ്യുന്നു. ലോക ഭൂപടത്തിൽ മൊളോസിയയെ കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല. എംബസികളും അവർക്കില്ല. പക്ഷേ സന്ദർശകർക്ക് മൊളോസിയ ഒരു യഥാർത്ഥ രാജ്യമായി തന്നെ അനുഭവപ്പെടുകയും ചെയ്യും. വിനോദസഞ്ചാരികളെ ഇവർ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും പരമാവധി 2 മണിക്കൂർ മാത്രമാണ് സന്ദർശനത്തിന് അനുമതിയുള്ളത്. മറ്റേതൊരു രാജ്യത്തെയും പോലെ ഇവിടെ പ്രവേശിക്കുന്നതിന് മുൻപ് സന്ദർശകരുടെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്യുന്ന പതിവുമുണ്ട്. മൊളോസിയയിലെ എല്ലാ കാര്യങ്ങളും കെവിൻ ബോയുടെ ഭരണത്തിന് കീഴിലാണ് നടക്കുന്നത്. അദ്ദേഹം പ്രസിഡന്റാണ്. ഓരോ താമസക്കാരനും അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ അംഗങ്ങളാണ്. തെരുവുകൾ വൃത്തിയാക്കുന്നത് മുതൽ വിനോദസഞ്ചാരികൾക്കായി ഗൈഡഡ് ടൂറുകൾ നൽകുന്നവരെയുള്ള രാജ്യത്തിന്റെ എല്ലാ കാര്യങ്ങളും അവർ ഒരുമിച്ച് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഒരു സ്റ്റോർ, ലൈബ്രറി, ഒരു സെമിത്തേരി പോലുള്ള ചെറുതെങ്കിലും അത്യാവശ്യ സൗകര്യങ്ങളെല്ലാം മൊളോസിയയിലുണ്ട്. വിനോദസഞ്ചാരികൾ എത്തുമ്പോൾ പ്രസിഡന്റ് കെവിൻ തന്നെ അവരെ കൊണ്ടുപോവുകയും മൊളോസിയയുടെ ചരിത്രം, കെട്ടിടങ്ങൾ, വിചിത്രമായ നിയമങ്ങൾ എന്നിവ അവരോട് വിശദീകരിക്കുകയും ചെയ്യും. രാജ്യത്തിന്റെ ദേശീയ ഗാനവും നിയമങ്ങളും എഴുതിയതും പതാക രൂപകൽപ്പന ചെയ്തതും അദ്ദേഹം തന്നെയാണ്. വലുപ്പം കുറവാണെങ്കിലും മൊളോസിയ ഓൺലൈനിൽ വലിയ പ്രശസ്തി നേടിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം പോലുള്ള പദങ്ങൾ ഉപയോഗിച്ച് ആളുകൾ ഗൂഗിളിൽ ഇത് തിരയാറുണ്ട്. യാത്രാ ബ്ലോഗർമാർ മൊളോസിയയെക്കുറിച്ച് എഴുതാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഇതിന്റെ പതാക, പാസ്പോർട്ട്, സ്റ്റാമ്പുകൾ, ടൂറുകൾ എന്നിവയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ലോകം എമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിക്കുകയും ചെയ്യുന്നു. ഈ രാജ്യത്തിന് ചില പ്രത്യേകതകളുമുണ്ട്. ഉള്ളി, വാൽറസ്, കാറ്റ് ഫിഷ് എന്നിവ ഇവിടെ നിരോധിച്ചിരിക്കുകയാണ്. പൗരത്വം കുടുംബാംഗങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. മൊളോസിയയിൽ മനോഹരമായ വലിയ അമ്പരചുംബികളായ കെട്ടിടങ്ങളോ വലിയ വിഭവങ്ങളോ ഒന്നും തന്നെ ഇല്ല. എന്നാൽ സ്വാശ്രയത്വം, ലാളിത്യം എന്നിവയെല്ലാം കൊണ്ട് കെവിൻ ബോ ഒരു രാജ്യം തന്നെ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. വർഷങ്ങളേറെയായിട്ടും ആർക്കും എതിർപ്പുകളില്ലാതെ മൊളോസിയ എന്ന കൊച്ചു രാജ്യം സഞ്ചാരികളെ ആകർഷിക്കുകയാണ്.